ഇത് കോലാലംപൂരിലെ ഒരു രാത്രി, സമയം 9:30. ചാറ്റമഴയത്ത് കുടയും ചൂടി പെട്രോണസ് ട്വിൻ ടവർ കാണാനുള്ള പുറപ്പാടിലാണ്. ചാറ്റമഴയിലെ ഈ നടത്തം ഒരു നൊസ്റ്റാൾജിയാണ്. കുട്ടിക്കാലത്തെ കുസൃതികൾ ഓർമ്മ വരുന്നു. കുട കറക്കി കൂട്ടുകാരുടെ ദേഹത്ത് വെള്ളം തെറിപ്പിച്ചുകൊണ്ട് കുമ്പഴ സ്കൂളിലേക്കുള്ള യാത്ര. ഐബിഎസിലെ അതിഗംഭീരമായ ഡിന്നർ കഴിഞ്ഞിറങ്ങിയതാണ്. ഡൈനിങ് ഹാളിൽ അസൻഷ എന്ന പ്രൊഫഷണൽ സിംഗറുടെ സൂപ്പർ പെർഫോമൻസ്. QR കോഡ് വെച്ചിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് ടിപ്പ് കൊടുക്കാം. വിദേശയാത്രകളിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ള ഒന്നാണ് ഇതുപോലെയുള്ള പ്രൊഫഷണൽ സിംഗേഴ്സിൻ്റെ സ്ട്രീറ്റ് പെർഫോമൻസ്. പാടുന്നതിനൊപ്പം മിക്സർ ഉൾപ്പെടെയുള്ള സൗണ്ട് എഞ്ചിനീയറിംഗും അവർ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അവർക്കിത് നൂഡിൽസ്, നമുക്കിത് ഷേപ്പില്ലാത്ത ഇടിയ ഡിന്നർ കഴിഞ്ഞ് തെരുവിലെ കാഴ്ചകൾ കണ്ട് നടക്കാൻ നല്ല രസമാണ്. വീട്ടിലായാലും ഓഫീസിലായാലും ഞാനില്ലെങ്കിൽ ആകെ കുഴപ്പമാണ് എന്ന തെറ്റിദ്ധാരണ മാറ്റിവെച്ചാൽ മാത്രമേ നമുക്ക് യാത്രകൾ ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ. ഗോവിന്ദും ഗായത്രിയും പിന്നാലെ വരുന്നുണ്ട്. നടന്ന് ഞങ്ങൾ പെട്രോണസ് ട്വിൻ ടവേഴ്സ് അഥവാ KLCC ട്വിൻ ടവേഴ്സിൻ്റെ അടുത്തെത്തി. 3 രാത്രിയും 4 പകലും അടങ്ങുന്നതാണ് ഞങ്ങളുടെ മലേഷ്യൻ പാക്കേജ്. താമസം കോലാലംപൂർ സിറ്റി സെൻറ്ററിലെ ഐബിസ് ഹോട്ടൽ. കുത്തബ് മീനാറിൻ്റെ ബോട്ടം സ്ട്രക്ചറിന് സമാനമായ ട്യൂബ് സ്ട്രക്ചറിലുള്ള ഇസ്ലാമിക് ആർക്കിടെക്ട് വിസ്മയമാണ് ഈ ട്വിൻ ടവേഴ്സ്. കഴിഞ്ഞ 3 ദിവസങ്ങളുടെ ഇടയ്ക്ക് പല തവണകളായിട്ടാണ് ഞങ്ങൾ പെട്രോണാസ് സന്ദർശനം പൂർത്തിയാക്കിയത്. ഈ നിർമ്മിതിയുടെ സൗന്ദര്യം എങ്ങനെ മൊബൈൽ ക്യാമറയിലാക്കാമെന്ന് ഞാൻ വിവിധ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ പെട്രോണാസ് ടവറിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. കുറച്ച് ദൂരം കഴിഞ്ഞാൽ നമുക്ക് ഷോപ്പിംഗ് മോളിലോട്ട് കയറേണ്ടതാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഇതാ ഇവിടെ പെട്രോണാസിൽ ഒരു പ്രൊഫഷണൽ പിയാനിസ്റ്റ്. ,9 ഈ കെട്ടിടത്തിൻ്റെ ആകെ ഉയരം. 88 നിലകളുണ്ട്. ഇതൊരു കൊമേഴ്സ്യൽ ബിൽഡിംഗ് ആണ്. പ്രധാനമായും IT വർക്ക് സ്പേസ് ആണ് ഇവിടെയുള്ളത്. നിലകളിലാണ് സൂര്യ KLCC ഷോപ്പിംഗ് മോൾ. 2ാമത്തെ ലെവലിലാണ് പെട്രോണാസ് ഫിൽ ഹാർമോണിക് ഹാൾ. അതായത് ഏഷ്യയിലെ ഒരു ലീഡിംഗ് ഓർക്കസ്ട്രയായ മലേഷ്യൻ ഫിൽ ഹാർമോണിക് ഓർക്കസ്ട്രയുടെ വസതി. പെട്രോണാസ് ട്വിൻ ടവേഴ്സിനോട് ചേർന്ന് തന്നെ ഒരു 50 ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു അർബൻ പാർക്കുണ്ട്. പബ്ലിക്കിന് പ്രവേശനമുള്ള KLCC പാർക്കിൽ ധാരാളം ആക്ടിവിറ്റികളുണ്ട്. ചിൽഡ്രൻസ് പാർക്ക്, ജോഗിംഗ് ട്രാക്ക്, ഫുട്പാത്ത്, മോസ്ക് എന്നിവയെല്ലാം ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്.
10,000 സ്ക്വയർ മീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന വാട്ടർ ഫൗണ്ടനുകളോട് കൂടിയ ലേക്ക് സിംഫണിയാണ് പ്രധാന ആകർഷണം. വിവിധ തരത്തിലുള്ള വൃക്ഷങ്ങൾ ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു പാർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രകൃതിയുമായി ഇണങ്ങി നിൽക്കുന്ന മനുഷ്യനിർമ്മിതികൾ എന്നാണ്. ഈ ഭാഗത്താണ് സൂര്യ KLCC ഷോപ്പിംഗ് മോൾ. എത്ര കണ്ടാലും മതിവരാത്ത സൗന്ദര്യമാണ് മനുഷ്യനിർമ്മിതമായ ഈ ട്വിൻ ടവേഴ്സിന്. ആദ്യത്തെ ദിവസം ഇവിടെയാണ് ഞങ്ങൾ ഏറെ സമയം ചെലവഴിച്ചത്. നമ്മളെ ക്യാൻവാസ് ചെയ്യാനായി പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാർ കാത്തു നിൽക്കുന്നുണ്ട് ഇവിടെ. ഇത് ഞങ്ങൾ മൊബൈലിൽ എടുത്തു നോക്കിയ ഫോട്ടോ. പോരാന്ന് തോന്നിയതുകൊണ്ട് ഒരു ഫോട്ടോഗ്രാഫറെ സമീപിച്ച് ഞങ്ങൾ ഓരോരുത്തരായി പോസ് ചെയ്തു. കോലാലംപൂരിലെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.